എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒത്തിരി ടൈറ്റുള്ളൊരു പാൻറ്റല്ല, ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം വണ്ണത്തിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഞാൻ ഇരിക്കുമ്പോഴൊന്നും ഒട്ടും ടൈറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഭാഗം നല്ല ലൂസായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അത് നിവർത്തിയിട്ട് കാണിക്കാം. ഇതുണ്ടോ, ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിരിക്കുന്ന പോക്കറ്റൊന്നും ഇല്ല കേട്ടോ. കസ്റ്റമറുടെ ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്താണ്. അപ്പോൾ പോക്കറ്റ് അവർക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ട്, രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഫോൾഡർ സൈഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ മാർക്കിങ്ങിൽ നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ആ മാർക്കിങ്ങുകൾ രണ്ടിനും നമുക്കൊരു ലൈനാക്കി മാറ്റാം. ഇനി ആ ലൈനിൽ നിന്ന് മുകളിലേക്ക് 33 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ള ഇറക്കം. അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കൂട്ടി 34 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 44 അവരുടെ ഹിപ്പിൻ്റെ റൗണ്ട് കേട്ടോ. എന്നിട്ട് ഈ 2 പോയിന്റുകളും കൂടെ നമുക്കൊന്ന് ലൈനാക്കി മാറ്റാം. ഇനി നമ്മുടെ 44ൻ്റെ 4-1 കണ്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ആ 12 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്കിങ് നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലത്തെ പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ നീളത്തിൽ നമുക്കൊരു മാർക്കിങ്ങും കൊടുക്കാം. മനസ്സിലായില്ലേ? 12 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഹിപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചിലുവേ. ഇനി 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. മൊത്തം ആ മാർക്കിങ്ങിൽ നിന്ന് എത്രയാണോ നമുക്ക് ഇട്ടിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിൽ സെൻറ്ററിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാലിൻ്റെ മാർക്കിങ്ങിൻ്റെ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് എത്രയാണോ ആ ഭാഗത്ത് കിട്ടിയത് അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ആ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്കിങ്ങിൽ നിന്ന് ഇരുവശത്തേക്കുമാണ് നമ്മുടെ കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത് നമുക്ക് റൗണ്ട് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആ മാർക്കിങ്ങിൽ 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം 12 ആണെങ്കിൽ 3 ഇഞ്ച് വെച്ച് 2 സൈഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? 3 ഇഞ്ച് ഒരു സൈഡിലേക്കും 3 ഇഞ്ച് ഒരു സൈഡിലേക്കും മാർക്ക് കൊടുക്കുക. 12 ആണെങ്കിൽ ഇതെനിക്ക് 12 ആയിരുന്നു ഞാൻ കിട്ടിയിരുന്നത്. അത് ഞാൻ 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2 പോയിന്റുകളും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം. ഇത് ഇച്ചിരി ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ആ ഒരു ഫസ്റ്റ് വരച്ച മാർക്കിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ആ 3 ഇഞ്ച് നമുക്ക് അകത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡും ഒരേപോലെ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്താൽ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പടി മുകളിലേക്ക് ബെൽറ്റ് വെക്കാനുള്ള ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് മാർക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിനെ ഒരു ലൈനാക്കി മാറ്റുന്നു. അതിനുശേഷം ആ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് വേറൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും. ഇതാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ആ മാർക്കിങ്ങിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് പാർട്ട് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സൈഡും ഒരേ ഒപ്പം കിട്ടാനായിട്ട് നമ്മൾ പിന്നെ മാർക്കിംഗ് ഒന്നും കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോർഷൻസൊക്കെ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതുണ്ടോ, ആ സൈഡ് നമ്മൾ അകത്തേക്ക് മടക്കി കട്ട് ചെയ്തപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളുടെ ഈ 2 സൈഡും ഒരേപോലെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും, നല്ല ഫിനിഷിങ്ങും കാണും. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വെച്ചിട്ടാണ് ബാക്കി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2ആയിട്ട് തുണിയൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒട്ടും ചുളിവൊന്നും വരാതെ ഞാൻ അയണൊക്കെ ചെയ്തെടുത്തത് മെറ്റീരിയലായിരുന്നു. പക്ഷേ ആ കട്ടിങ്ങൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ.
ക്ലീൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ കോർണറിൽ നിന്ന് ഒരു ലൈൻ അതേപോലെ വരച്ചു കൊടുത്തു. ആ കോർണറിൽ നിന്ന് മുകളിലേക്കും ഒരു ലൈൻ വരച്ചു കൊടുത്തു. എവിടുന്നാ വരച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആ കർവ് വരച്ചു വെച്ചിട്ടില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. ഇതുണ്ടോ ഈ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ 2 സൈഡിലേക്ക് മാർക്ക് കൊടുത്തത്. ഈ 4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നല്ല ലൂസായിരിക്കും കേട്ടോ. നമ്മുടെ സീറ്റിന്റെ ഒരു ഭാഗം ഒട്ടും വിട്ടൊന്നും പോകുകയില്ല. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി കണ്ട് നമ്മൾ പടിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഉണ്ട് ഈ കോർണറില്ലേ, ആ കോർണറിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ പടി നമ്മൾ മടക്കി വെച്ചിരിക്കുക, അത് മറന്നു പോരുത് കേട്ടോ. ഇനി നമുക്ക് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുന്ന ആ മടക്കിയ സൈഡിലേക്ക് ഇതേപോലെ ചെരിച്ച് ഒരു വര വരച്ചു കൊടുക്കാം. എന്നിട്ടില്ല, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി താഴ്ഭാഗത്ത് നമ്മളുടെ ഫ്രണ്ട് പീസിനെക്കാട്ടിലും 1.25 ഇഞ്ച് കൂടുതൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ്. അപ്പൊ ഈ ഭാഗത്ത് 1.25 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ആ 1.25 നമ്മൾ ഇതേപോലെ ലൈനാക്കി മാറ്റി അതിനുശേഷം മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു. അപ്പൊ നോക്കിയേ, നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിനെക്കാട്ടിൽ ഈ ഒരു സൈഡ് ഇത്രോ ലൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇരിക്കുമ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യുകയോ വിട്ടുപോകുകയോ ഒന്നും ചെയ്യല കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഒന്ന് മാർക്കെല്ലാം ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കാണിച്ച പോലെ തന്നെ ഒന്നും കൂടെ നമ്മൾ സ്ലിറ്റ് ഇടേണ്ട ഭാഗം അകത്തേക്കൊന്ന് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ബാക്കി ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഇത്ര നേരമായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോയവരാണ് ഇപ്പൊ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പൊ ഇതേപോലെ ഞാൻ കറക്റ്റ് നമ്മുടെ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മുടെ പാൻറ്റിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കട്ടിങ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിന്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആകും നമ്മുടെയൊക്കെ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടിയത് ഒരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ ബാക്ക് പാർട്ടിന് ഇലാസ്റ്റിക് വെക്കാനുള്ള പടി, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബാക്ക് ഭാഗം രണ്ടും കൂടെ ഒന്നിച്ചു വെച്ചും ഫ്രണ്ട് ഭാഗം തമ്മിൽ ഒന്നിച്ചു വെച്ചുമാണ് നമ്മുടെ സീറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു 1/4 ഇഞ്ച് അടുത്തുള്ള തയ്യൽ തുമ്പിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ബാക്കി ഭാഗം രണ്ടും ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു. ഇനി ഫ്രണ്ട് ഭാഗം തമ്മിൽ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് കൂടുതൽ, 1/2 ഇഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് 2 പീസും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ചീത്തവശത്തിൻ്റെ കൂടെ വേണം നമ്മളൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. നമ്മൾ ബാക്ക് ഭാഗമാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തത്. ഈ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ 2 പീസ് ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 44 ഇഞ്ച് വണ്ണമുള്ളവരാണെങ്കിൽ ഈ ഒരു അളവ് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. 44, 43, 45 ഒക്കെ ഇത് മതിയാകും. ചെറിയ വണ്ണത്തിൽ വ്യത്യാസം ഒരു പോയിന്റ് ഒക്കെ കൂട്ടിയിട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മൾ സീറ്റിന്റെ ഈ ഭാഗം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വിട്ടുപോകും കേട്ടോ. ഏത് ഡ്രസ് ആണെങ്കിലും ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബാക്കും ഫ്രണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാലിന്റെ സ്ലിറ്റ് മടക്കി അടിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുണ്ടോ, നമ്മളുടെ ഈ ഒരു സൈഡ് വേണം, നമ്മുടെ സീറ്റിന്റെ കർവ് വരാത്ത ഓപ്പോസിറ്റ് സൈഡിൽ, ആ സൈഡിലാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കേണ്ടത്. നല്ല വശമാണ് മുകളിൽ വരേണ്ടത്, നല്ല വശത്തേക്കാണ് പടി മടക്കേണ്ടത്. നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്തില്ലേ, ആ കട്ടിങ്ങിന്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരേ വീതിയിൽ കിട്ടാനായിട്ട് ആ കട്ടിങ് തമ്മിൽ കൈ പിടിച്ചിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് 1/4 ഇഞ്ച് ഇതേപോലെ പുറത്തേക്കൊന്ന് മടക്കുക. 3 ഇഞ്ചിൽ നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. അതിനുശേഷം 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ചോ വെച്ച് നമ്മുടെ വീതി എത്രയാണോ വേണ്ടി അതിനായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒരു മാർക്കിങ്ങിലൂടെ, ഈ മാർക്കിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതേപോലെ ഒരു സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉണ്ടോ, ഇതേപോലെ കെട്ടിട്ട് തുടങ്ങുക. ഈ ഒരു പോയിന്റ് വരുമ്പോൾ കെട്ടിട്ട് നിർത്തുക. നല്ല വശത്തേക്കാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കെട്ട് വന്നിട്ടില്ല, ആ കെട്ടിന്റെ അവിടം വരെ അപ്പുറത്തേക്ക് നീങ്ങി പോകരുത്.
സൂക്ഷ്മതയോടെ നമ്മൾ ഇതുകൊണ്ട് ഈ കെട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നിർത്തി, കട്ട് ചെയ്ത് നിർത്തി. അതിനുശേഷം ഇതുണ്ട് ഈ കോർണറിലേക്ക് നമ്മുടെ വിരൽ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഇതുണ്ട് ആ പോയിന്റ് നമുക്ക് വരണം. അഥവാ പോയിന്റ് കിട്ടിയില്ലേ നമുക്ക് എന്തെങ്കിലും പോയിന്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇതുണ്ട് ഞാനിപ്പോൾ കത്രിക വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ട് ആ പോയിന്റ് നമുക്ക് അന്നേരം ഇതേപോലെ ഒത്തിരി കുത്തി തുണിക്ക് ഡാമേജ് വരുത്തരുത്. ഇതാണ് നമ്മുടെ ചീത്തവശം. അപ്പം നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ചീത്തവശത്തേക്കാണ് നമ്മുടെ സ്ലിറ്റിന്റെ തയ്യലൊക്കെ വരുള്ളൂ. നല്ല വശം നല്ല വൃത്തിയായിട്ടിരിക്കും. കാണുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. ഇങ്ങനെ കാലിന്റെ സ്ലിറ്റ് ഭാഗം ചെയ്തെടുത്താൽ ഇങ്ങനെ ചെയ്യുന്ന പല പല മെത്തേഡുകളുണ്ട്. എനിക്ക് എപ്പോഴും ഏറ്റവും ഒരു വൃത്തിയായിട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. നൂലൊക്കെ വരുന്ന അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചീത്തവശമാണ് കേട്ടോ. നമ്മുടെ അടുത്ത ഭാഗം നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അടുത്ത ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു, നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തു. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ നമ്മൾക്ക് തയ്യൽ തുമ്പ് മടക്കി. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലാണ് കേട്ടോ, നമ്മൾ മറ്റേ വലതുഭാഗത്തിന്റെ ഒരു വശം അപ്പുറ സൈഡും ഒരു വശം ഇപ്പുറ സൈഡുമായിട്ടാണ് സ്ലിറ്റ് ചെയ്യേണ്ടത്. ബാക്കിന്റെ അതേപോലെ തന്നെ നമ്മൾ 4 കാൽ വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു സ്റ്റിഫാണ് പടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് തന്നോളൂ. അത് ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തിന്റെ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഒരു ചെറിയ കട്ടിങ് കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ ഉപകാരം ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമ്മുടെ ആ ക്യാൻവാസ് ഗേറ്റ് വെച്ചിട്ട് ആ കട്ടിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് കട്ടിങ്ങിനോട് നമ്മുടെ ക്യാൻവാസിന്റെ ആ ഒരു ഇത് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളുടെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് ഇതുണ്ടോ ഈ ഒരു ഭാഗത്തും കറക്റ്റായിട്ട് ആ കട്ടിങ് വരുന്നിടത്തേക്ക് നമ്മുടെ ക്യാൻവാസ് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ താഴത്തെ സൈഡിലൂടെ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ പടി വളരെ നീറ്റുമായിട്ട് ഇരിക്കും. അതേപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. കണ്ടില്ല, വളരെ നീറ്റാണ്. അതേപോലെ വളരെ എളുപ്പമായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ, വളരെ വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ബാക്കിന് നമ്മൾ ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതുകൊണ്ട് നമ്മളുടെ പകുതിയെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ നീളത്തിൽ ഒരു 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ വീതി 2.5 ഇഞ്ച് തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലും 2.5 ഇഞ്ചിൽ എക്സ്ട്രാ കൊടുത്തത്. അതേപോലെ തന്നെ ഇതിനും 2.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ആ 2 പീസും തമ്മിൽ ഒന്ന് കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട്. ഒറ്റ പീസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് ഒറ്റ പീസ് കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 പീസ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് വരുന്ന സെന്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ അറ്റത്തു നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. നല്ല വശത്താണ് നമ്മുടെ പടി വെച്ചിരിക്കുന്നത്. ഉണ്ട് ഇതേപോലെ നമുക്ക് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഇതുണ്ട് തയ്യൽ തുമ്പ് ഇതേപോലെ വരും. ആ തയ്യൽ തുമ്പിന് മുകളിലേക്ക് നമ്മുടെ ആ തുണിയൊന്ന് മടക്കി വെച്ചിട്ട് പടിയുടെ തുണിയൊന്ന് മടക്കി വെച്ചിട്ട് ഇതിന്റെ ഓരത്തൂടെ നീറ്റായിട്ട് തുണി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല പതിഞ്ഞു ഇരിക്കും, ഒട്ടും ചുളുവും കാണുമല്ലോ കേട്ടോ. അതിനുശേഷം നമ്മളുടെ പടിയുടെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ചീത്തവശത്തേക്കാണ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. ഇതേപോലെ ഒരു 1/2 ഇഞ്ചിലോ ഒക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ 1.25 വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചു, ഫ്രണ്ടും ബാക്കും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചു. അതിനുശേഷം ഇതുണ്ടാവും ഈ ഒരു തയ്യൽ വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ പടി ഒന്ന് വെച്ചിട്ട് നമ്മുടെ ബാക്ക് ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്ത പടി ഫ്രണ്ട് ഭാഗത്തിന് മുകളിലേക്കൊന്ന് മറച്ചു വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പിൻ ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം ഈ ഭാഗവും അതേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുണ്ടോ താഴെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുവാണ്. ആ സ്ലിറ്റിന്റെ കട്ടിങ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് നിർത്തിയ ഒരു ഭാഗമില്ല, ആ ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് വരേണ്ടത്. നല്ല ഭാഗവും ചേർത്ത് വെച്ചു. അതിനുശേഷം ഒരു ബാക്ക് ഭാഗവും ഒരു ഫ്രണ്ട് ഭാഗവും തമ്മിലാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നാലും നമ്മുടെ പാൻറ്റിന്റെ ഒരു സെറ്റപ്പ് വരുള്ളൂ. ഫ്രണ്ട് ഭാഗം ഒന്നിച്ചു വെച്ച് ചെയ്യരുത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഡൗട്ട് വരും. അറിയാവുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ഇനി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം, ഡബിൾ സ്റ്റിച്ച് കൃത്യമായിട്ട് കൊടുക്കണം. അതേപോലെ നമ്മൾ മറുഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മളുടെ സീറ്റിന്റെ ആ കർവ് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഒരു ഭാഗം ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇത് ഇച്ചിരി കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ നീളത്തിൽ കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒരുമിച്ച് ഒരേപോലെ പിടിച്ച് കറക്റ്റ് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ ബാക്കി ഭാഗത്തിന് എപ്പോഴും ഇച്ചിരി ലൂസ് പോലെ തോന്നും. അപ്പം ഇതേപോലെ നമ്മളൊന്ന് പിടിച്ച് ചെയ്യുവാണെങ്കിൽ ആ ലൂസ് പോലെ തോന്നുകയല്ല കേട്ടോ, നമുക്ക് കറക്റ്റ് ഒപ്പം തന്നെ കിട്ടും. അടുത്തത് വരുമ്പോൾ നമ്മൾ കാലിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഉണ്ട് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുകൊണ്ട് ചെറിയൊരു ലൂസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് നമ്മൾ പതിച്ച് ഇതേപോലെ നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നീളം കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുണ്ട് ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചുളിവൊന്നും ഇല്ലാതെ കിട്ടും. നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നോട് പറയാം കേട്ടോ. ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത് നമ്മുടെ അരവണ്ണം കറക്റ്റ് പാൻറ് ഇടുന്ന ഭാഗത്തെ അരവണ്ണം കറക്റ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ 44 ആണെങ്കിൽ 22 നിന്ന് 4 ഇഞ്ച് കുറച്ച് കിട്ടുന്നതാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം. ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മറു സൈഡിലും നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗത്താണ് കേട്ടോ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്നത്. ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കരുത്. നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തൊന്നും നമ്മൾ നിവർത്തിയിട്ടില്ല. എന്നിട്ട് അതങ്ങനെ തന്നെ വെച്ചിട്ടാണ് ബാക്കിലേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ അത് നിവർത്തി എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാതെ വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മറുഭാഗവും നമ്മൾ അതേപോലെ തന്നെ നിവർത്തി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആ ഇലാസ്റ്റിക് തുടങ്ങുന്നിടത്ത് നിന്ന് ഇലാസ്റ്റിക്കെ കൊള്ളിക്കാതെ ഇലാസ്റ്റിക്കിൻ്റെ അടുത്തൂടെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഭാഗം താഴേക്കൊന്ന് നീക്കിയൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇലാസ്റ്റിക് നീളം കുറവായതുകൊണ്ട് ഇതേപോലെ വലിച്ചൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും. പാടൊന്നുമില്ല, എന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതേപോലെ മൊത്തത്തിൽ പിടിച്ചൊന്ന് വലിച്ചു വിടുമ്പോൾ ആ ചുളിവുകൾ എല്ലാ സൈഡിലും ഒരേപോലെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് വലിച്ചു വിടുന്നത്. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക് തുടങ്ങുന്നിടത്തുനിന്ന് ഒന്ന് സെൻറ്റർ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പകുതി ഭാഗത്ത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് പകുതിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ അതിന് ചുളിവുകൾ വന്നോളും കേട്ടോ. അപ്പം നമ്മൾ പാൻറ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇലാസ്റ്റിക് ഇട്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.